കമല നയനാക. ഈ നിൽക്കുന്ന ആള് ചില്ലറക്കാരിയൊന്നുമല്ല, ഭവാനി അമ്മയാണ്. അതായത് 97 വയസ്സുണ്ട്. 97 വയസ്സിലും കേരള നടനത്തില് കേരളത്തിൽ അറിയപ്പെടുന്ന ടീച്ചറാണ്, അധ്യാപികയാണ്. ഇപ്പോഴും നൃത്തം ഒരു ശ്വാസമായി കൊണ്ടു നടക്കുന്ന അമ്മയാണ്. അമ്മ നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു കേരള നടനം പഠിപ്പീരും അമ്മയുടെ നൃത്തവും? കേരള നടനം പഠിക്കാൻ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരെയുണ്ട്. പിന്നെ ജീവിതം കൊണ്ടുപോകുന്നത് പുസ്തകങ്ങൾ വായിക്കുക, പിള്ളേർ വരുന്നവരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ പോകുന്നു. കണ്ണ കമല നയനാക കാമുകിൽ വണ്ണ കണ്ണ കമല നയനാക. 13 വയസ്സ് മുതലാണ് ഞാൻ നൃത്തം പഠിക്കാൻ പോയത്. എൻ്റെ അച്ഛൻ KN പത്മനാഭപിള്ള എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ. അച്ഛനാണ് എന്നെ കൊണ്ട് ഒരു പരസ്യം കണ്ടിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അന്ന് ഫോട്ടോ ഒന്നും എടുക്കുന്ന കാലമല്ല. ആ ഫോട്ടോ ഏതാണ്ട് എങ്ങനെ പഴയ ആരാണ്ട് എടുത്ത് തലയിങ്ങനെ ചെരിഞ്ഞിരുന്നു. അപ്പോൾ തല ചെരിഞ്ഞിരുന്നപ്പോൾ അങ്ങേര് പറഞ്ഞു, തല ചെരിഞ്ഞ കുട്ടിയാ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെയല്ല, കൊണ്ടുവന്ന് കാണിക്കുക, അപ്പം കാണാം കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടെന്ന്. കൊണ്ടുവന്ന് കാണിച്ചപ്പം വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ 13ാമത്തെ വയസ്സ് മുതൽ ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് നൃത്തത്തിന് ഉണ്ടാക്കിയ അദ്ദേഹം. അപ്പം തിരുവനന്തപുരത്തായിരുന്നോ വീട്? തിരുവനന്തപുരത്തായിരുന്നു. കൂടുതലും ഇപ്പൊ തിരുവനന്തപുരത്താണ് എനിക്ക് കൂടുതലും പരിചയമുള്ളത്. ഇപ്പോൾ പരിചയക്കാരും കൂടുതൽ അവിടെയാ. ഈ 13ാം വയസ്സ് മുതൽ ഏതൊക്കെ നൃത്തങ്ങളായിരുന്നു അഭ്യസിച്ചത്? കേരള നടനം, മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ എല്ലാം ഉണ്ട്. മിക്കവാറും നോർത്ത് ഇന്ത്യൻ ഡാൻസുകളൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പം 13 വയസ്സിൽ പഠിച്ചു. പിന്നീട് എങ്ങനെയാ കോട്ടയത്തേക്ക് വന്നത്? കോട്ടയത്തേക്ക് വന്നത് ഗുരു പറഞ്ഞിട്ടാണ്. ഗുരു എൻ്റെ ഭർത്താവിൻ്റെ സ്വന്തത്തിലുള്ളതാണ് ഗുരു ഗോപിനാഥ് അമ്മാവൻ. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടയത്ത് ക്ലാസ് ഇടാൻ പറഞ്ഞു. ക്ലാസ് ഇട്ടു. വളരെ വളരെ ബാലകളും അതും ഇതുമൊക്കെ കമ്പോസ് ചെയ്ത് ഇറക്കി. ഒരു കാലത്ത് ചെല്ലപ്പൻ ഭവാനി ദേവി ആൻഡ് പാർട്ടി എന്നുള്ളതിന്റെ അതായത് കേരളത്തിലുടനീളം അറിയാമായിരുന്നു. ബാലെ കളിച്ചൊരു ട്രൂപ്പ്. ബാലെ മാത്രമല്ല, സിംഗിൾ ഐറ്റംസും എല്ലാം. അപ്പൊ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ഇവിടെ ട്രൂപ്പ് ഇട്ടത്? ട്രൂപ്പ് ഇട്ടത് കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം. ഇപ്പൊ എന്തൊക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കുന്ന കണ്ണാകമല, വസന്തോത്സവം. വയസ്സ് 97 ആയെന്ന് പറഞ്ഞു. ഇപ്പം ഇപ്പോഴും പഠിക്കാൻ കുട്ടികൾ വരുന്നുണ്ടോ? ഉണ്ട്. കേരള നടനം പഠിക്കാൻ. കേരള നടനം പഠിക്കാൻ